സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവജനമേ, വചനം കേൾക്കുവാനും അതിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ധ്യാനിക്കാനുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുവാനും നമ്മെ ഇപ്പോഴും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തകരുണയ്ക്കും ദയയ്ക്കും നന്ദി അറിയിക്കാനുമുള്ള അവസരമാണ്. അവിടുന്ന് നമ്മെ അവിടുത്തെ ദിവ്യ ഉദ്ദേശം പിന്തുടരാനുള്ള ഈ അവസരത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കാം. നമ്മുടെ പിഴവുകളും പാപങ്ങളും തുറന്ന് സമ്മതിച്ച് അവിടുത്തെ ക്ഷമയും കൃപയും തേടാം. ദൈവവചനം മനസ്സിലാക്കുവാനും അതിലെ സത്യങ്ങൾക്കായി നമ്മുടെ ഹൃദയവും മനസ്സും തുറക്കുവാനും സ്വർഗീയ ജ്ഞാനം നൽകണമേ എന്നും അപേക്ഷിക്കാം. നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കാം. സഹോദരങ്ങളെ, അവിടുന്ന് ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധിയോടെ പൂർണ്ണതയോടെ നിറവേറ്റുവാൻ കരുണ തേടാം. ലോകമെമ്പാടുമുള്ള അനേകം ആവശ്യങ്ങൾക്കായി കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും സംരക്ഷണവും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരണമേ. കർത്താവെ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു. ഞങ്ങളിൽ വന്ന് നിറയണമേ. 64 സങ്കീർത്തനം. കുടില ബുദ്ധിയെ തകർക്കണമേ. ദൈവമേ, എൻ്റെ ആവലാതി കേൾക്കണമേ. ശത്രുഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ. ദുഷ്ടരുടെ ഗൂഢാലോചനകളിൽ നിന്നും ദുഷ്കർമ്മികളുടെ കുടിലതന്ത്രങ്ങളിൽ നിന്നും എന്നെ മറയ്ക്കണമേ. അവർ തങ്ങളുടെ നാവുകൾ വാളുപോലെ മൂർച്ചയുള്ളതാക്കുന്നു. അവർ പരുഷവാക്കുകൾ അസ്ത്രം പോലെ തൊടുക്കുന്നു. അവർ നിർദോഷരെ ഒളിഞ്ഞിരുന്ന് എയ്യുന്നു. പെട്ടെന്ന് കൂസലെന്നിയെ എയ്യുന്നു. അവർ തങ്ങളുടെ ദുഷ്ടലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. എവിടെ കെണി വയ്ക്കണമെന്ന് അവർ ആലോചിക്കുന്നു. അവർ വിചാരിക്കുന്നു, ആര് നമ്മെ കാണും? നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആര് കണ്ടുപിടിക്കും? കൗശലപൂർവമാണ് നാം കെണിയൊരുക്കിയത്. മനുഷ്യൻ്റെ അന്തരംഗവും ഹൃദയവും എത്ര അഗാധം! എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമയക്കും. നനച്ചിരിക്കാതെ അവർ മുറിവേൽക്കും. അവരുടെ നാവ് നിമിത്തം അവിടുന്ന് അവർക്ക് വിനാശം വരുത്തും. കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തല കുലുക്കും. അപ്പോൾ സകലരും ഭയപ്പെടും. അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രഘോഷിക്കും. അവിടുത്തെ ചെയ്തികളെക്കുറിച്ച് ധ്യാനിക്കും. നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ. അവൻ കർത്താവിൽ അഭയം തേടട്ടെ. പരമാർത്ഥ ഹൃദയർ അഭിമാനം കൊള്ളട്ടെ. ദൈവജനമേ, നമ്മുടെ ഈ ധ്യാനവേളയിൽ സങ്കീർത്തനം 64 ദാവീദിൻ്റെ പ്രാർത്ഥനയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഈ സങ്കീർത്തന ഭാഗം ശത്രുക്കളെ രഹസ്യമായ ഗൂഢാലോചനകളിൽ നിന്നും ദുർവാക്കുകളിൽ നിന്നും രക്ഷിക്കണമേ എന്ന ദൈവത്തോട് ദാവീദ് നടത്തുന്ന ഹൃദയസ്പർശിയായ ഒരു കേണപേക്ഷയാണ്. ദൈവമേ, എൻ്റെ സങ്കടത്തിൽ എൻ്റെ അപേക്ഷ കേൾക്കണമേ. ശത്രുഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ പരിപാലിക്കണമേ. സങ്കീർത്തനം 64:1. ദാവീദിനെതിരായുള്ള ശത്രുക്കളുടെ ഗൂഢാലോചനകളും ദുഷ്പ്രവൃത്തികളും വിവരിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥന തുടരുന്നു. ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിലും ഞാൻ അകപ്പെടാതെ വണ്ണം എന്നെ മറച്ചുകൊള്ളണമേ. ഈ പ്രാർത്ഥന ചുറ്റുമുള്ള തിന്മയുടെ ശക്തികളെക്കുറിച്ച് നമ്മെ ബോധവാന്മാരും ബോധവതികളും ആക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ഈ സങ്കീർത്തന ഭാഗത്ത് ദാവീദ് തൻ്റെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ നമ്മോടായി വിശദീകരിക്കുന്നു. അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയുള്ളതാക്കുന്നു. നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് എയ്യേണ്ടതിന് അവർ കയ്പുള്ള വിഷമുള്ള അസ്ത്രം തൊടുക്കുന്നു. വാക്കുകളുടെ ശക്തിയെക്കുറിച്ചാണ് ദാവീദ് ഇവിടെ പറയുക. സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരപരാധിയെ മുറിപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ തന്ത്രങ്ങളെ ദാവീദ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നമ്മെ ആർ കാണും എന്ന് അവർ പറയുന്നു. എന്നാൽ അവരുടെ ചിന്ത ദൈവത്തെ ഭയപ്പെടാതെ രഹസ്യമായി തങ്ങളുടെ ദുഷ്ടലാക്കുകൾ നിറവേറ്റാൻ ശ്രമിക്കുന്നവരെയാണ് ദാവീദ് ഇവിടെ സൂചിപ്പിക്കുക. അവരുടെ ഹൃദയം അഗാധമായ ദുഷ്ടത നിറഞ്ഞതാണെന്ന് ദാവീദ് മനസ്സിലാക്കുന്നു. ഈ സങ്കീർത്തന ഭാഗത്തെ നാം ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ മധ്യഭാഗത്തായി വലിയൊരു മാറ്റം സംഭവിക്കുന്നതായി ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ ദൈവം അവരെ എയ്യും. അമ്പുകൊണ്ട് അവർ പെട്ടെന്ന് മുറിവേൽക്കും. മനുഷ്യൻ്റെ രഹസ്യമായ ദുഷ്ടതകളെല്ലാം ദൈവം കാണുന്നുണ്ടെന്നും അവിടുന്ന് അപ്രതീക്ഷിതമായി ന്യായവിധി നടപ്പാക്കുമെന്നും ദാവീദ് ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ സ്വന്തം നാവ് അവർക്കും വിരോധമായിരിക്കുകയാൽ അവർ ഇടറി വീഴാൻ ഇടയാകും. ദാവീദിനെതിരെ പ്രയോഗിച്ച അതേ ആയുധമായ നാവ് അവർക്കെതിരെ തിരിയുമെന്ന് ദാവീദ് പറയുന്നു. ഇത് കാണുന്ന സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും. നീതിമാൻ ദൈവത്തിൽ ആനന്ദിച്ച് അവിടുത്തെ ആശ്രയിക്കും.
ഹൃദയ പരമാർത്ഥതയുള്ളവർ എല്ലാവരും തന്നെ ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിൻ്റെ നീതിയിലുള്ള ദാവീദിൻ്റെ വിശ്വാസത്തെ ഈ സങ്കീർത്തന ഭാഗം എടുത്തു കാണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ സങ്കീർത്തനത്തിലെ സത്യങ്ങൾ കർത്താവായ യേശുവിലാണ് പൂർണ്ണത പ്രാപിക്കുക. ദുഷ്ടന്മാരുടെ വാക്കുകൊണ്ടുള്ള ആക്രമണങ്ങൾക്കെതിരെ നാം പോരാടുന്നത് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടല്ല, പ്രത്യുത കർത്താവായ യേശുവിലുള്ള വിശ്വാസം വഴിയാണ്. ലോകത്തിൻ്റെ ദുഷ്ടതയ്ക്കെതിരെ നമുക്ക് പ്രതികാരം ചെയ്യാൻ അവകാശമില്ലെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചു. എന്നാൽ ദൈവത്തിന് അവിടുത്തെ ന്യായവിധി നടപ്പാക്കാൻ കഴിയും. നമുക്ക് നീതി ലഭിക്കേണ്ടത് കർത്താവായ യേശുവിലൂടെയാണ്. നാം അല്ല നീതി നടപ്പാക്കേണ്ടത്. അവിടുന്ന് കുരിശിൽ മരിച്ചതിനാൽ നമ്മുടെ എല്ലാ മുറിവുകൾക്കും ആശ്വാസം ലഭിക്കുന്നു. കർത്താവാണ് നമ്മുടെ യഥാർത്ഥ സംരക്ഷകൻ. ദൈവജനമേ, കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനായി നാം കാത്തിരിക്കുമ്പോൾ ഈ സങ്കീർത്തനം നമ്മെ പ്രായോഗികമായി നയിക്കട്ടെ. ദുർവാക്കുകളിലൂടെ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുകയും നമ്മുടെ വാക്കുകളെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളും ആയിരിക്കുകയും വേണം. അനുതപിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ പിതാവായ ദൈവം നമ്മോട് ക്ഷമിക്കുകയും അവിടുത്തെ സ്നേഹത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും അഭയം നൽകുകയും ചെയ്യും. മറ്റുള്ളവരുടെ ദോഷം ഒരിക്കലും ആഗ്രഹിക്കാതെ അവരെ അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ നീതിക്കായി കാത്തിരുന്ന് പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ നമുക്ക് ആശ്രയിക്കാം, അഭയം തേടാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിനായി നമുക്ക് നന്നായി തന്നെ ഒരുങ്ങാം. എല്ലാറ്റിനും ഉപരിയായി പിതാവായ ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മുടെ ഹൃദയം അവിടുത്തെ മുൻപിൽ തുറന്നു വെച്ച് അടിയറ വെച്ച് അവിടുത്തെ കാരുണ്യത്തിനായി യാചിക്കാം. നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തുകയും നമ്മുടെ പ്രവൃത്തികൾക്ക് ഉതകുന്ന പ്രതിഫലം നൽകുകയും ചെയ്യും. തീർച്ച. ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവിടുത്തെ വരവിനായി നമുക്ക് ക്ഷമാപൂർവം നല്ല ഒരുക്കത്തോടെ കാത്തിരിക്കാം. തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം ഇന്ന് തന്നെ നമ്മുടെ അപ്പൻ്റെ അടുത്തേക്ക്. കർത്താവെ, ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ നൽകിയ ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഈ ധ്യാന സമയത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ, ദിവ്യദാനങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ. ദൈവവചനത്തിന് അനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രസാദകരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ. പിതാവെ, ഞങ്ങൾക്ക് ലഭിച്ച ഈ ജീവനും അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും കർത്താവെ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിച്ച് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം അരുളണമേ. കർത്താവെ, അങ്ങയുടെ മഹിമയുള്ള രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ, ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങയുടെ പരിശുദ്ധ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെയും ചുറ്റുമുള്ളവരെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും ജീവസാക്ഷികളായി, സത്യസാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പിതാവെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ യാചനകൾ കേട്ടറിയണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ സ്നേഹമറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചന ധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.